നിങ്ങൾ മൗസ് ഉപയോഗിക്കാറുണ്ടെങ്കിൽ ഈ ട്രിക്സ് എന്തായാലും അറിഞ്ഞിരിക്കണം. വിൻഡോസിലെ ടാസ്ക് ബാറിലെ വോളിയം ഐക്കണില്ലേ, അതിൻ്റെ മുകളിൽ നിങ്ങളെ മൗസ് പോയിന്റർ വെറുതെ കൊണ്ടുവച്ച് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വോളിയം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഏതെങ്കിലും ഒരു വെബ് പേജിൻ്റെ ഒഴിഞ്ഞ സ്ഥലത്ത് മിഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൗസ് പോയിന്റർ മാറിയിട്ട് അവിടെ മറ്റൊരു ഐക്കൺ വരും. എന്നിട്ട് നിങ്ങളുടെ മൗസ് മേലേക്കോ താഴേക്കോ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി സ്ക്രോൾ ചെയ്യാൻ തുടങ്ങും. നിങ്ങൾ മൂവ് ചെയ്ത് വെക്കുന്നതിൻ്റെ സ്പീഡ് അനുസരിച്ച് സ്ക്രോളിൻ്റെ സ്പീഡും അഡ്ജസ്റ്റ് ചെയ്യാം. നിങ്ങൾ മൗസ് ഉപയോഗിച്ച് സ്ക്രോൾ ചെയ്യുമ്പോൾ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹൊറിസോണ്ടലി സ്ക്രോൾ ചെയ്യാൻ പറ്റും. വെബ് ബ്രൗസറിൻ്റെയോ എക്സ്പ്ലോറിൻ്റെയോ ഒക്കെ ടാബുകളുടെ മുകളിൽ പോയിട്ട് മിഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ടാബ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്ലോസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഏതെങ്കിലും ഒരു ലിങ്കിൽ മിഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ന്യൂ ടാബിൽ ഓപ്പൺ ആയിട്ട് വരും. ഇനി ഷിഫ്റ്റ് പ്ലസ് ക്ലിക്കാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് ന്യൂ വിൻഡോയിൽ ഓപ്പൺ ആയിട്ട് വരും. നിങ്ങൾ ഫയൽസ് ഒക്കെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുമ്പം കൺട്രോൾ പ്രസ് ചെയ്ത് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കോപ്പി ആവും, ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മൂവ് ആവും, ഓൾട്ട് പ്രസ് ചെയ്ത് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഷോർട്ട് കട്ട് ക്രിയേറ്റ് ആവും. നിങ്ങൾക്ക് ഒരു ലിങ്കിൻ്റെ ടെക്സ്റ്റ് കോപ്പി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓൾട്ട് പ്ലസ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലിങ്ക് ഓപ്പൺ ആവാതെ തന്നെ ആ ടെക്സ്റ്റ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ടെക്സ്റ്റുകളൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വേർഡ് സെലക്ട് ആവും, ട്രിപ്പിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പാരഗ്രാഫ് സെലക്ട് ആവും. അടുത്തത് എല്ലാവർക്കും അറിയുന്നതായിരിക്കാം, കൺട്രോൾ പ്രസ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ വെബ് പേജോ അല്ലെങ്കിൽ നിങ്ങളുടെ വിൻഡോസിലെ എക്സ്പ്ലോററോ ഒക്കെ നിങ്ങൾക്ക് സൂമിനും സൂം ഔട്ടും ചെയ്യാൻ പറ്റും. മൗസ് ഉപയോഗിച്ച് ഇനിയും ട്രിക്സ് ഉണ്ടാവാം. നിങ്ങൾക്ക് അറിയുന്ന കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള ടിപ്സിന് വേണ്ടിയിട്ട് ഫോളോ ചെയ്യുക.